എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് 8ൻ്റെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് സുഹൃത്തുക്കൾ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന് എന്നോട് കമൻറ്റായി ചോദിച്ചൊരു ചോദ്യമാണ്, കാർബറേറ്റർ വീട്ടിൽ നിന്ന് സ്വന്തമായി ക്ലീൻ ചെയ്യുന്നത് പോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമുക്ക് എങ്ങനെ സ്വന്തമായി വീട്ടിൽ നിന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ ആൻസർ ആയിട്ടാണ് ഞാൻ ഈ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്തത്. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ നിങ്ങൾ മുഴുവനായി കാണുക. വീഡിയോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്യുക. തുടർന്ന് ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് പ്രസ് ചെയ്യും. ഞാനിവിടെ സ്പാർക്ക് പ്ലഗ് ക്ലീൻ ചെയ്യാനായി ബജാജിൻ്റെ പൾസർ 150 2008 മോഡലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നേരെ ഇനി ക്ലീനിങ്ങിലോട്ട് പോകാം. ഗൈസ്, സ്പാർക്ക് പ്ലഗ് അയക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് 8ൻ്റെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി ഒരിക്കലും ചൂടായി ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ച് വന്ന് പെട്ടെന്ന് എഞ്ചിൻ ഹീറ്റായിരിക്കുന്ന സമയത്ത് തന്നെ ഈ സ്പാർക്ക് പ്ലഗ് പോലത്തെ ഓരോ എഞ്ചിനുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്സുകൾ അഴിച്ചെടുക്കാൻ ശ്രമിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ടൈമിൽ ഈ ഹീറ്റായിരിക്കുന്ന സമയത്ത് നമ്മളെ എഞ്ചിൻ മെൽറ്റാകുന്ന പോയിന്റിലായിരിക്കും. അപ്പോൾ ഈ എഞ്ചിൻ്റെ ഭാഗത്തുള്ള ത്രെഡിങ് തന്നെ നമുക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുമൂലം നമുക്ക് എഞ്ചിനെ ഇറക്കി വെക്കേണ്ട അവസ്ഥയിലേക്കാകും എത്തിച്ചേരുക. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ഈ സ്പാർക്ക് പ്ലഗിൽ കാണുന്ന ഈ ഓയിൽ മയം, അത് നമ്മുടെ പിസ്റ്റൺ റിങ്സിന് പണി കിട്ടിയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അത് പിസ്റ്റൺ റിങ്സ് എത്രയും പെട്ടെന്ന് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് 16ൻ്റെ പണി തന്നെ വന്നേക്കും. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്തിട്ടും സ്പാർക്ക് പ്ലഗിൻ്റെ മുകളിലുള്ള കാർബൺ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ക്ലീൻ ചെയ്യുന്നത് കോൾഗേറ്റ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഗൈസ്, സ്പാർക്ക് പ്ലഗിൻ്റെ മുകളിൽ ടൂത്ത് പേസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഒരു ബൗളിലോട്ട് മാറ്റി വെക്കാം. 2 മിനിറ്റ് നേരത്തേക്ക് ആ ബൗളിലോട്ട് തന്നെ ഇട്ട് വെക്കുക. പിന്നെ ഗൈസ്, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ നമ്മൾ ഈ സ്പാർക്ക് പ്ലഗ് എല്ലാം അയച്ചതിന് ശേഷം തിരിച്ച് ഇടുമ്പോൾ നമ്മൾ സ്പാനർ ആദ്യം തന്നെ യൂസ് ചെയ്യരുത്. നമ്മൾ മാക്സിമം നമ്മുടെ കൈകൊണ്ട് ടൈറ്റാക്കാൻ പറ്റുന്നത് മാക്സിമം കൈകൊണ്ട് ടൈറ്റാക്കുക. ചില ഏരിയകളിൽ ത്രെഡിൽ കുടുങ്ങിയിട്ടില്ലെങ്കിൽ അത് ത്രെഡ് നഷ്ടപ്പെടുക. ഇത് സ്പാനർ ഉപയോഗിച്ച് ത്രെഡ് നഷ്ടപ്പെടും. അപ്പോൾ അതുകൂടെ ഒന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കുക ഗൈസ്. ഗൈസ്, ആദ്യം നമ്മുടെ വണ്ടി കുറച്ച് മിസ്സിങ്ങും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പക്ക കണ്ടീഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കൺ ഓണാക്കി വിടുക. അപ്പോൾ ഇതിലും കിടിലൻ കണ്ടൻറ്റുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ അനസ് സൈനിങ് ഔട്ട്.